നമസ്കാരം. ഇന്ന് ഡേ 19 ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലൊരു ക്വിക്ക് ഓവർവ്യൂ ആണ്. ഒരുപാട് കാര്യങ്ങളും സമയമൊന്നും എടുക്കുന്നില്ല. എന്താണ് മെയിനായിട്ട് ഡേ 19 നടന്നത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ. സോ ഡേ 19 സ്റ്റാർട്ടഡ് വിത്ത് നേരെ പോയത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ നിങ്ങളെല്ലാവരും പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ജിസേൽ എന്താണ് കോഫി അടിച്ച് മാറ്റിയിട്ട്, അതായത് രാവിലെ അവിടെ കോഫി ഉണ്ടാക്കാനും ഇന്നലെ തന്നെ അവർ കോഫി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കോഫി പൗഡർ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ കോഫി കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ടൈം അപ്പാനിശ്വരത്തും കിച്ചൺ ടീമും പറഞ്ഞത് കോഫി ഇല്ല, കോഫി തീർന്നു എന്ന്. ബട്ട് ഇന്ന് എന്തോ പെട്ടെന്ന് മാജിക് പോലെ കോഫി വന്നു. സോ എവരി ഹൗസ് മേറ്റ്സ് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി. ഇതുവരെ കാണാത്ത കോഫി പൗഡർ പെട്ടെന്ന് എവിടെ നിന്ന് വന്നു എന്നുള്ള സംശയം വന്നു. ഫൈനലി ദേ റിയലൈസ്ഡ് ഈ ഒരു കോഫി അടിച്ചു മാറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ജിസേല്. സോ ഈ ഒരു സീസണിൽ എല്ലാവരും കള്ളന്മാരാണ്. അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നെവിനെ മാത്രം എടുക്കാൻ പറ്റില്ല. നെവിൻ ചെയ്യുന്നത് ആസ് ആൻ എന്റർടൈനിങ് തിങ് ആണ്. ലൈക്ക് ഓഡിയൻസിനൊന്ന് ഒരു ഫണ്ണി വേയിലാക്കാൻ വേണ്ടിയിട്ട് നെവിൻ ഓപ്പൺ ആയിട്ട് കക്കുന്നു. ദർ ആർ പീപ്പിൾ അറിയാണ്ട് കട്ട് തിന്നുന്ന കുറെ ആൾക്കാർ. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ജിസേല്, കോഫി കള്ളൻ. ഫൈനലി അനുമോള വിളിച്ചൊരു സംഭവം, ലൈക്ക് കോഫി കള്ളി എന്ന് വിളിച്ചത് അത് സംഭവം നല്ലൊരു വേർഡ് അത് കൊടുത്തു. എന്നിട്ട് ജിസൈലിന് സമ്മതിച്ചു തരാൻ പറ്റില്ല ചെയ്തത് തെറ്റാണുള്ളത്. ഷി വാസ് സ്റ്റിൽ സെയിങ് ദാറ്റ് അത് അവിടെ ഇരിക്കുന്നതിനാണ്, നിങ്ങളാരും കാണാത്തത് എന്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരായിട്ട് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഫോർ എന്തിന്. ഒരു സാധനം മോഷ്ടിച്ചിട്ട് മൂപ്പറേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം ഫോർ നത്തിങ്. അവിടുന്ന് ചെറിയ ചെറിയ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോയത് എന്താണ് ടൈമിന് ഫുഡ് കൊടുക്കാത്തതിനെ കുറിച്ചിട്ട് ഷാനവാസ് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ബാത്റൂം ക്ലീനിങ്ങിന് ഒരാൾ എടുത്തിട്ട് കിച്ചണിലോട്ട് ഇട്ടിട്ട് 6 ആൾക്കാർ കിച്ചൺ ടീമിലുണ്ട്, എന്നിട്ടും ടൈമിൽ ഫുഡ് കൊടുക്കുന്നില്ല. മെയിനായിട്ട് ഇത്തവണ കിച്ചണിൽ ഇല്ലതെന്ന് പറഞ്ഞാൽ ജിസേൽ, അല്ല അനുമോളും ഇവരൊക്കെ. സോ അനുമോളാണ് മെയിനായിട്ട് ഇത്തവണ കുക്കിങ്ങിന്റെ മെയിൻ ഹെഡ് എന്ന് തോന്നുന്നു. ഒരുപാട് ഓവർ ഷോവും കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്കിൽ കാണാം. ലൈക്ക് ആ സ്ലാബിന്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ ഭയങ്കര അൺഹൈജീൻ ആണ്. ലൈക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര അൺഹൈജീൻ ആയിട്ട് തോന്നി കിച്ചണിൽ. കമ്പാരിറ്റീവ് ടു അതർ സീസൺ വെരി അൺഹൈജീനിക് സീസൺ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു സീസണിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഷാനവാസിന്റെ ഈ ഒരു പറച്ചലിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അത് കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കുന്നില്ല. ബട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ തുടങ്ങും, അതായത് അനുവിന്റെ കരച്ചിൽ എപ്പോ തുടങ്ങും. ഫൈനലി ടക്ക് എന്ന് പറഞ്ഞ് ഒരു സ്വിച്ച് ഇട്ട പോലെ എപ്പോഴൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. എവറി ഡേ കരച്ചിലാണ്. ആക്ച്വലി അനുമോള് ഫുൾ ഡേ കരച്ചിലാണ്. അനുമോള് വിചാരം ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഷ്യാനെറ്റോ ഒരു സൂര്യത്തൊക്കെ പോലെ അല്ലെങ്കിൽ കയറിലൊക്കെ കാണുന്ന ഒരു സീരിയലത്തെ പോലത്തെ ഒരു ഷോ ആണെന്നാ. ഡെയിലി കരച്ചിലാണ്. ഒരു ഇമ്മാതിരി കോണ്ടസ്റ്റൻസിനൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ലൈക്ക് കുറച്ചും കൂടി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഷോ കുറച്ചും കൂടി ഒരു കളറ് കിട്ടും. ഡെയിലി ശരിക്കും കരച്ചിൽ കണ്ട് 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 മടുത്തിക്കുന്നു. പീപ്പിൾ ഹാവ് ഇമോഷൻസ്, ബട്ട് അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ ദാറ്റ് ഹാസ് ടു ബി കൺട്രോൾഡ്. അതിനൊക്കെ കൂടിയിട്ടാണല്ലോ ഇത്രക്കും വലിയൊരു സാലറി അവർക്ക് പേ ചെയ്യുന്നത് ഓൺ എ വീക്ക്ലി ബേസിസ്. നേരെ പോയി കഴിഞ്ഞത് ജയിൽ നോമിനേഷൻ ആണ്. എല്ലാവരും അവരേതായിട്ടുള്ള റീസൺസ് ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു. എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത്, അതായത് ആ ഇതില് ഒരിടത്തൊരു ലൈഫ് സ്റ്റോറിൽ ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ വാസ് ലാഫിങ്. അതിൻ്റെ അടുക്ക് ആര്യൻ ഒരു ആക്ട് ചെയ്തായിരുന്നു, ചെരുപ്പ് എടുത്ത് വലിച്ചെറിഞ്ഞായിരുന്നു. അതിനെ കുറിച്ച് ആരും ഒന്നും ജയിൽ നോമിനേഷനിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പില്ലോ എടുത്ത് അനീഷിനെ വലിച്ചെറിഞ്ഞായിരുന്നു അക്ബർ, അത് ഈ വീക്കിലായിരുന്നു. അതിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ക്വൈറ്റ് എന്താ പറയാ, ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് അവരവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അവരെന്ത് ചെയ്താലും പ്രശ്നമില്ല. ആ ഒരു നിലപാടിലാണ് ഈ ഒരു സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയൊരു 2 സംഭവം ഉണ്ടായിട്ട് ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ബട്ട് അനീഷ് അഭിനെ നോമിനേറ്റ് ചെയ്തു. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അഭിലാഷിന് എന്തുകൊണ്ട് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്? ഈ ജിസേൽ, ആര്യൻ ഇവരൊക്കെ ഇരിക്കുമ്പോൾ അഭിനൊക്കെ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒനിയൽ ഓക്കെ തെറി വിളിച്ചു, ബട്ട് ഒനിയൽ തെറി വിളിക്കുമ്പോൾ അവിടെ ഒരു പുഷ് ഉണ്ടായിരുന്നു, ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരുന്നു റേണ ഫാത്തിമയുടെ. അതൊന്നും ആരും
ബിക്കോസ് അവളൊരു ചെറിയ കുട്ടിയാണ്, 19 വയസ്സ്. പിന്നെ ഒരു പെണ്ണായത് കൊണ്ടാണോ ഇതൊന്നും ആരും ഫോക്കസ് ചെയ്യാത്തത്? അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു, പിടിച്ച് ഉന്തിയിട്ടുണ്ടായിരുന്നു ഒനിയലിനെ റന ഫാത്തിമ. ദാറ്റ് ഓൾ ആരും പറഞ്ഞിട്ടില്ല. തെറി വിളിച്ചത് മാത്രം ഹൈലൈറ്റ് ആയി വെച്ചു. യെസ്, തെറി വിളിച്ചത് തെറ്റാണ്, ബട്ട് സ്റ്റിൽ ഫിസിക്കൽ അസോൾട്ടും തെറ്റാണ്. ചെരിപ്പ് എറിഞ്ഞത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്തവണത്തെ സീസണിൽ മൈൻഡ് ഗെയിം കളിക്കുന്ന ഗെയിമേഴ്സ് വളരെ കുറവാണ്. മിക്കതും മണ്ടന്മാരാണ് ഈ ഒരു സീസണിൽ. അവരൊക്കെ വിചാരം വെറും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടലാണെന്നാണ് ബിഗ് ബോസ് സീസൺ. വി മിസ് പീപ്പിൾ ലൈക്ക് റിയാസ്, ബ്ലെസ്ലി, റോബിൻ രാധാകൃഷ്ണൻ. അവരൊക്കെ വേറെ ലെവലാണ്. ബിന്നിയുടെ നോമിനേഷൻ കറക്റ്റ് ആയിരുന്നു, വെൽ എക്സ്പ്ലെയിൻ, കറക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് 2 പേര് ഒനിയൽ, ജിസേൽ, അവരാണ് ജയിലിലോട്ട് വിടാൻ പോകുന്നത്. പിന്നെ റെന ആൻഡ് ഒനിയൽ സ്റ്റിൽ കണ്ടിന്യൂയിങ്. വളരെ ഇമ്മച്ചുവേർഡ് ആൻഡ് ന്യൂജൻ അല്ലേ റെന, സോ സ്റ്റിൽ ഷീ കണ്ടിന്യൂയിങ്. അതായത് ഒനിയലിന്റെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ട്രിഗർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ റെനയ്ക്ക് ഒന്നുമില്ലല്ലോ, കാരണം സ്വന്തമായിട്ട് വേറെ കണ്ടന്റ് ഒന്നും റെന ഫാത്തിമയ്ക്ക് ഇല്ല. സോ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒനിയലിനെ ഫോർ നത്തിങ്, ഒരു ആവശ്യമില്ല. അത് കഴിഞ്ഞ് അപ്പാനി ആബിയും തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ, അതായത് അപ്പാനി തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആബിയുടെ ഒരു പറച്ചിലുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് അതിന്റെ വീഡിയോ ലാലട്ടൻ ഈ ഒരു വീക്കെൻഡിൽ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് കളിക്കുന്നത് ശൈത്യ, അപ്പാനി ആൻഡ് ബിന്നി ഈസ് ഫൈൻ. ശൈത്യം, അപ്പാനി ശരത്തൊക്കെ എന്തിനാണ് ക്യാപ്റ്റൻസിലോട്ട് കളിക്കുന്നത്? ഐ ഡോണ്ട് നോ. ലൈക്ക് കഴിഞ്ഞ വീക്കിൽ ടാസ്കിലൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല പ്രകടനം ടാസ്കിൽ ചെയ്തിട്ടുണ്ട്. അവരൊന്ന് നോമിനേറ്റ് ആണ്. എന്തുകൊണ്ട് അപ്പാനി ആൻഡ് ശൈത്യ ക്യാപ്റ്റൻസി ഇട്ടത്? ഇറ്റ്സ് സോ ഫണി. ഇനി വരുന്ന വീക്കിലത്തെ ക്യാപ്റ്റൻസി 3 നോമിനേഷനിലുള്ള പേര് രണ്ടും ചിരിച്ച് ചാവുന്ന, അതായത് അപ്പാനി ശരത് ആൻഡ് ശൈത്യ. ഒരു യൂസ് ഇല്ലാത്ത 2 ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ കഴിഞ്ഞ വീക്കിൽ, ചുമ്മാ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് ഹെൽത്തി ഗ്രോസർ ആഡ് ടാസ്ക്. ടീം ബി ജയിച്ചു. നോട്ട് റിലേറ്റഡ് ടു ബിഗ് ബോസ്. ഇതിൽ അവർ ആഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടാസ്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് നേരെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ ഒറ്റവളായിട്ട് കളിക്കുന്ന ഒരാളാണ് അനുമോള്. അത് ആ ഡയലോഗ് ഇട്ട് ചെറിയ ചത്ത് ഞാൻ. കരച്ചൽ അനു, അതാണ് അവൾക്ക് പറ്റിയ പേര്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പണിപ്പൂർ ഓപ്പണായി. 78 മണിക്കൂർക്ക് ശേഷം പണിപ്പൂർ ഓപ്പണായി. അതിലോട്ട് എൻട്രി ചെയ്യാൻ 5 പേരുണ്ടായിരുന്നു. ഫൈനലി അത് 2045 പോയിന്റ് സാധനങ്ങൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒനിയൽ വരുന്ന സമയത്ത് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ചെറിയൊരു ജനറൽ ടോപ്പിക് ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങളും ചെറിയൊരു ഡിബേറ്റും ചെറിയ ഹോട്ട് കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ, അതായത് ഡിവോഴ്സിനെ കുറിച്ചിട്ട്. അതിനെ കുറിച്ച് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. സാരിക ആൻഡ് അക്ബർ അവിടെ തമ്മിൽ ഇതുണ്ടായിരുന്നു. അക്ബർ നല്ലൊരു സൗണ്ടും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ചില സമയം ഹീസ് സോ ഇറിറ്റേറ്റിംഗ് ആൻഡ് നെവർ റെസ്പെക്ട് എനിവൺ. അതായത് അക്ബറിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി ആൾക്കാർ ചെയ്യുമ്പോൾ മാത്രം മൂപ്പർക്ക് എന്തോ സൗണ്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നേരെ ജയിൽ എൻട്രിയിൽ ജിസേൽ ആൻഡ് ഒനിയൽ കിടിലൻ ടാസ്കാണ് കൊടുത്തത്. ഹ്യൂമൻ ക്ലോക്ക്, ടഫ് ടാസ്ക്. അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫൈനലി അവർ കിടന്ന് ഉറങ്ങി, ലൈക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലെങ്കിൽ. ബട്ട് ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് നിർത്താൻ പറയാമായിരുന്നു ആക്ച്വലി. ഇതായിരുന്നു വളരെ ഒരു കാം ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഡേ 19. ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡാണ് 2 days, സാറ്റർഡേ സൺഡേ. വിൽ സി ഹു ഗെറ്റ്സ് എവിക്റ്റഡ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ. ആര്യൻ്റെ ചപ്പലെടുത്തിട്ടുള്ള വലിച്ചെറിയല്, തെറികള്, ഹാൻഡ് ജെസ്റ്റേഴ്സ്. വിൽ സി ഹൗ ഇറ്റ് ഗോസ്. പിന്നെ ഒരാൾ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ചിരിച്ച ആര്യൻ, ദ ഫേക്ക് പേഴ്സണാലിറ്റി, അതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. We'll see how it goes on the weekend, today and tomorrow, and who will be the one who gets eliminated this week. That's it. Bye.